സംസ്ഥാന സർക്കാർ ജീവനക്കാർക്ക് ശമ്പളവും പെൻഷനും മുടങ്ങില്ലെന്ന് ധനമന്ത്രി തോമസ് ഐസക്. ശമ്പള വിതരണത്തിനായി റിസർവ് ബാങ്ക് 1000 കോടി രൂപ സർക്കാരിന് നൽകും. എന്നാൽ ട്രഷറികളിൽ നിന്നും ബാങ്കുകളിൽ നിന്നും 24,000 രൂപ മാത്രമേ ജീവനക്കാർക്ക് പിൻവലിക്കാൻ സാധിക്കൂ. ശമ്പള പെൻഷൻ വിതരണത്തിലെ പ്രതിസന്ധി പരിഹരിക്കാനായി RBI ബാങ്ക് പ്രതിനിധികളുമായി സർക്കാർ ചർച്ച നടത്തി. നോട്ട് പ്രതിസന്ധി കാരണം സർക്കാർ ജീവനക്കാരുടെ ശമ്പളവും പെൻഷനും പൂർണ്ണമായി നൽകാൻ സംസ്ഥാന സർക്കാരിന്റെ പക്കൽ കറൻസി ഇല്ലാത്തത് വലിയ പ്രതിസന്ധിയാണ് സൃഷ്ടിക്കുന്നത്. എന്നാൽ ശമ്പളവും പെൻഷനും മുടങ്ങില്ലെന്ന് ധനമന്ത്രി തോമസ് ഐസക് വ്യക്തമാക്കി. എല്ലാവരുടെയും ശമ്പളവും പെൻഷനും അതാത് അക്കൗണ്ടുകളിലേക്ക് കൃത്യമായി കൊടുക്കും. എന്നാൽ ശമ്പളത്തിൽ നിന്നും 24,000 രൂപ മാത്രമേ ഒരാഴ്ച പിൻവലിക്കാൻ സാധിക്കൂ എന്ന് മന്ത്രി പറഞ്ഞു. 24,000 രൂപയെ ഈ ശമ്പള ദിവസങ്ങളിൽ ഒരാൾക്ക് പിൻവലിക്കാൻ പറ്റും. ഈ ട്രഷറികൾ ബാങ്കുകളിൽ നിന്ന് ഈ പണം ട്രഷറിയിലേക്ക് മാറ്റണം. കാലത്ത് എത്ര അവധാനതയില്ലാതെയാണ് ഈ നോട്ട് പിൻവലിക്കൽ നടപ്പാക്കിയത് എന്നുള്ളതിന് തെളിവാണ്. ശമ്പളവും പെൻഷനും വേണ്ടി 24,000 കോടി രൂപയാണ് സംസ്ഥാന സർക്കാർ RBIയോട് ആവശ്യപ്പെട്ടത്. 1,200 കോടി രൂപ ട്രഷറിക്കും 1,200 കോടി രൂപ ബാങ്കുകൾക്കും. ഇതിൽ ട്രഷറിക്കും ബാങ്കുകൾക്കുമായി 1000 കോടി രൂപ RBI നൽകാമെന്ന് ഉറപ്പ് നൽകിയതായി ധനമന്ത്രി വ്യക്തമാക്കി. 1000 കോടി രൂപ നാളെ ലഭ്യമാകും എന്നാണ് പറഞ്ഞത്. ശമ്പളം പ്രമാണിച്ച് ബാങ്കുകളിലേക്ക് അത് പാതി ബാങ്കിനും പാതി ട്രഷറിക്കുമായിട്ട് വീതം വെക്കും. അത് കഴിയുമ്പോഴത്തേനും 2-3 ദിവസം കഴിയുമ്പോഴേക്കും വേറെ പണം വരും. ഒരാഴ്ചയിൽ പിൻവലിക്കുന്ന തുക 24,000 രൂപ എന്നത് കുറയ്ക്കാൻ കഴിയില്ലെന്നും ഇത് കേന്ദ്രം ഉറപ്പാക്കണമെന്നും ധനമന്ത്രി തോമസ് ഐസക് ധനകാര്യ സെക്രട്ടറിയും RBI ബാങ്ക് പ്രതിനിധികളുമായി നടത്തിയ ചർച്ചയിൽ ആവശ്യപ്പെട്ടു. അതേസമയം സംസ്ഥാന സർക്കാരിന്റെ നികുതി വരുമാനം പകുതിയായി കുറഞ്ഞ സാഹചര്യത്തിൽ ജനുവരിയിൽ ശമ്പളം നൽകണമെങ്കിൽ കേന്ദ്രം കടം നൽകണമെന്നും ധനമന്ത്രി വ്യക്തമാക്കി. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. സംസ്ഥാനത്തെ സഹകരണ ബാങ്കുകളിലെ വായ്പകൾക്ക് 4 മാസത്തേക്ക് മൊറട്ടോറിയം പ്രഖ്യാപിച്ചു. ഇന്ന് ചേർന്ന മന്ത്രിസഭാ യോഗത്തിലാണ് ഇത് സംബന്ധിച്ച് തീരുമാനമെടുത്തത്. അതേസമയം സഹകരണ ബാങ്കുകളിൽ മാർച്ച് 31-നകം ഏകീകൃത സോഫ്റ്റ്വെയർ കൊണ്ടുവന്ന് കോർ ബാങ്കിംഗ് നടപ്പാക്കുമെന്ന് സഹകരണ മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ പറഞ്ഞു. പ്രാഥമിക സഹകരണ ബാങ്കുകൾ KYC IT നിബന്ധനകൾ പാലിച്ചു പ്രവർത്തിക്കുമെന്നും കടകംപള്ളി സുരേന്ദ്രൻ വ്യക്തമാക്കി. തിരുവനന്തപുരത്ത് ചേർന്ന സെൻട്രൽ ബാങ്ക് കോൺഫറൻസ് യോഗ തീരുമാനങ്ങൾ വിശദീകരിക്കുകയായിരുന്നു അദ്ദേഹം. സംസ്ഥാനത്തെ സഹകരണ മേഖലയിലെ പ്രതിസന്ധി ചർച്ച ചെയ്യാനാണ് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ അധ്യക്ഷതയിൽ സെൻട്രൽ ബാങ്ക് കോൺഫറൻസ് തിരുവനന്തപുരത്ത് നടന്നത്. സഹകരണ ബാങ്കുകളെ ആകെ തങ്ങളുടെ നിയന്ത്രണത്തിൽ കൊണ്ടുവരാനാണ് RBI ശ്രമിക്കുന്നതെന്ന് പറഞ്ഞ മുഖ്യമന്ത്രി സഹകരണ ബാങ്കുകൾക്ക് ഏകീകൃത സോഫ്റ്റ്വെയർ കൊണ്ടുവരണമെന്നടക്കമുള്ള നിരവധി നിർദ്ദേശങ്ങളും യോഗത്തിൽ മുന്നോട്ട് വെച്ചു. RBIയുടെ നിയന്ത്രണം അംഗീകരിക്കാതിരിക്കുന്നത് അതിന്റെ ഭാഗമായിട്ട് ഈ സ്ഥാപനങ്ങളെല്ലാം കുത്തഴിഞ്ഞ മട്ടിലാണ്. ആ സഹകരണ സംഘങ്ങളെ ആകെ നിയന്ത്രിക്കാൻ RBI വരുമ്പോൾ അതിന്റെ ജനായത്ത രീതി നഷ്ടപ്പെട്ടു. പ്രാഥമിക ബാങ്കുകൾക്ക് ജില്ലാ സംസ്ഥാന സഹകരണ ബാങ്കുകൾ വേണ്ട സാമ്പത്തിക സഹായം ചെയ്യണമെന്നും മുഖ്യമന്ത്രി ആവശ്യപ്പെട്ടു. റുപ്പായ കാർഡ് വഴി സഹകരണ ബാങ്കുകളിലെ ഇടപാടുകാർക്ക് സൗകര്യമൊരുക്കണമെന്നും മുഖ്യമന്ത്രി നിർദ്ദേശിച്ചു. മുഖ്യമന്ത്രിയുടെ നിർദ്ദേശങ്ങൾ അനുസരിച്ചുള്ള തീരുമാനങ്ങളാണ് യോഗത്തിൽ ചർച്ച ചെയ്ത് കൈക്കൊണ്ടതെന്ന് സഹകരണ മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ പറഞ്ഞു. 1,624 കോടി രൂപയുടെ പഴയ കറൻസി സഹകരണ ബാങ്കുകളിൽ ഉണ്ട്. ഇത് മാറ്റിയെടുക്കാൻ RBIയെ സമീപിക്കാനും യോഗത്തിൽ തീരുമാനമായി. ബാങ്ക് ഇടപാടുകളിലെ പ്രതിസന്ധി തരണം ചെയ്യാൻ മിറർ അക്കൗണ്ട് പോലെയുള്ള ബദൽ പണവിനിമയ മാർഗങ്ങൾ സ്വീകരിക്കുമെന്നും കടകംപള്ളി സുരേന്ദ്രൻ പറഞ്ഞു. സഹകരണ ബാങ്കുകളിൽ ഒരു ഏകീകൃതമായിട്ടുള്ള സോഫ്റ്റ് കൊണ്ടുവരണം എന്നുള്ളതാണ് ഗവൺമെന്റ് ഉദ്ദേശിക്കുന്നത്. ഇത്തരം ആക്ഷേപങ്ങളിൽ നിന്നെല്ലാം മാറി നിൽക്കാനായിട്ട് സാധിക്കും. അത് വരുന്ന മാർച്ച് 31-നകത്ത് അതിനാവശ്യമായിട്ടുള്ള നടപടികൾ സ്വീകരിക്കണം എന്നാണ് ഇന്നിപ്പോൾ കണ്ടിട്ടുള്ളത്. ഈ KYC നിബന്ധന നമ്മുടെ പ്രാഥമിക ബാങ്കുകൾ പാലിക്കുന്നില്ല എന്നുള്ളതാണ്. ആ ആക്ഷേപത്തിന് അറുതി വരുത്തണമെന്ന് തീരുമാനിച്ചിട്ടുണ്ട്. KYC നിബന്ധന, IT നിബന്ധനകൾ ഇതെല്ലാം നമ്മുടെ സംസ്ഥാനത്തെ പ്രാഥമിക ബാങ്കുകൾ പാലിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള തീരുമാനമെടുത്തിട്ടുണ്ട്. ഗൃഹസന്ദർശനം, സഹകരണ സംരക്ഷണ മാസാചരണം, നിക്ഷേപ സമാഹരണ പരിപാടി എന്നിവ സംഘടിപ്പിക്കാനും സെൻട്രൽ ബാങ്ക് കോൺഫറൻസിൽ തീരുമാനമായി. അതേസമയം സഹകരണ ബാങ്കുകളിലെ വായ്പകൾക്ക് മാർച്ച് 31 വരെ മൊറട്ടോറിയം പ്രഖ്യാപിക്കാൻ മന്ത്രിസഭാ യോഗത്തിൽ തീരുമാനിച്ചു. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. വാർത്തകളിലേക്ക്. സംസ്ഥാനത്തെ ബാങ്കുകൾ കറൻസി ഇല്ലാതെ ഗുരുതര പ്രതിസന്ധിയിൽ. സുരക്ഷ നൽകണമെന്നാവശ്യപ്പെട്ട് പോലീസിനും കലക്ടർമാർക്കും ബാങ്കുകൾ കത്ത് നൽകി. പണമില്ലാത്തതിനാൽ ഉപഭോക്താക്കൾ അക്രമാസക്തരായേക്കുമെന്നും ബാങ്കുകൾ കലക്ടർക്ക് നൽകിയ കത്തിന്റെ പകർപ്പ് പീപ്പിളിന്.
ശമ്പള ദിവസങ്ങളിൽ നോട്ട് ക്ഷാമം മൂലം ട്രഷറികൾക്കും ബാങ്കുകൾക്കും മുന്നിൽ സംഘർഷമുണ്ടാകാൻ സാധ്യതയുള്ളതിനാൽ പോലീസ് സംരക്ഷണം നൽകണമെന്നാവശ്യപ്പെട്ട് ട്രഷറി ഡയറക്ടറും ബാങ്ക് ജീവനക്കാരും സംഘടനകളും മേധാവിക്ക് കത്തയച്ചു. നാളെ മുതലുള്ള ഒരാഴ്ച കാലത്താണ് സർക്കാർ ജീവനക്കാർക്ക് ശമ്പളവും പെൻഷൻകാർക്ക് പെൻഷനും നൽകേണ്ടത്. എന്നാൽ അതിനുള്ള പണം ട്രഷറികളിൽ ഇപ്പോഴില്ല. ഇത് കണക്കിലെടുത്താണ് സുരക്ഷ ആവശ്യപ്പെട്ടിരിക്കുന്നത്. ശബരിമല സന്നിധാനത്ത് വളരെ പ്രാധാന്യമുള്ളതാണ് ഗോശാലയും. അയ്യപ്പന് പാലഭിഷേകത്തിന് വേണ്ട പാല് ഈ ഗോശാലയിൽ നിന്നാണ് കൊണ്ടുപോകുന്നത്. പശുക്കളിൽ പ്രധാന ഇനം കാസർഗോഡൻ കുള്ളൻ പശുക്കളാണ്. തത്വമസിയെ അന്വർത്ഥമാക്കുന്ന രീതിയിൽ സന്നിധാനത്ത് എല്ലാ ജീവജാലങ്ങൾക്കും തുല്യ പ്രാധാന്യമാണുള്ളത്. അയ്യപ്പനെ തൊഴാൻ മാലയിട്ടെത്തുന്ന ഭക്തരോളം തന്നെ പ്രാധാന്യം നൽകുന്നുണ്ട് ഈ ഗോശാലയിലെ മിണ്ടാപ്രാണികൾക്കും. വർഷങ്ങൾക്ക് മുമ്പ് പുറത്തുനിന്നുള്ള പാലെത്തിച്ചായിരുന്നു അയ്യപ്പന് പാലഭിഷേകം നടത്തിയിരുന്നത്. എന്നാൽ കഴിഞ്ഞ കുറച്ചു വർഷങ്ങളായി സന്നിധാനത്തെ ഗോശാലയിൽ നിന്നുള്ള പശുക്കളിൽ നിന്ന് കറന്നെടുത്ത പാലുപയോഗിച്ചാണ് അയ്യപ്പന് പാലഭിഷേകം. പശുക്കളിൽ പ്രധാന ഇനം കാസർഗോഡൻ കുള്ളൻ പശുക്കളാണ്. 3 പശുക്കളും ഒരു കാളയുമാണ് സന്നിധാനത്തുള്ള കാസർഗോഡൻ കുള്ളൻ ഇനത്തിൽപ്പെട്ടവ. അതിനു പുറമെ 5 ആട്, സങ്കര ഇനത്തിൽപ്പെട്ട 3 പശുക്കൾ, 2 കാളകൾ എന്നിവയും ഗോശാലയിലുണ്ട്. ഇതിനു പുറമെ കുറച്ച് കോഴികളും ഇവിടെയുണ്ട്. കാസർഗോഡ് കുള്ളൻ ഇനത്തിൽപ്പെട്ട ഒരു പശു കഴിഞ്ഞ ദിവസം പ്രസവിച്ചിരുന്നു. തമിഴ്നാട് തേനി സ്വദേശി വേലുച്ചാമിയാണ് കാലങ്ങളായി ഗോശാലയിലെ പശുക്കളുടെ സംരക്ഷകൻ. ന്യൂസ് ബ്യൂറോ, സന്നിധാനം.